മഴക്കാലത്ത് എല്ലാ ആളുകളും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ മാത്തേരാൻ. 2000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും പോകാൻ പറ്റും. 30-ൽ കൂടുതൽ വ്യൂ പോയിന്റുകൾ കാണാം. വാഹനങ്ങൾ പോവാത്തൊരു ഗ്രാമം, കാഴ്ചകൾ നിറച്ചു വെച്ചൊരു കുന്നാണ് മാത്തേരാൻ. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പം മഹാരാഷ്ട്രയിലെ നേരൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടെ നിന്നുമാണ് നമുക്ക് മാത്തേരാനിലേക്ക് പോകേണ്ടത്. ഇവിടെ ഇതാ ഈ ഒരു ട്രെയിൻ കണ്ടോ, ഇത് മാത്തേരാനിലേക്ക് പോകുന്ന ട്രെയിനായിരുന്നു. പക്ഷെ മഴക്കാലത്തെ മൺസൂൺ സമയത്ത് ഈ ഒരു ട്രെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ടേ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പുറത്തു പോയാൽ നമുക്ക് ടാക്സിയും ഓട്ടോയും ഒക്കെ കിട്ടും മാത്തേരാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. രാവിലത്തെ ചായകുടി ഇവിടുന്നാണ്. നമ്മൾ ഈ ഒരു നേരൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ എത്തിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ കുറച്ചും കൂടെ മുൻപോട്ട് എത്തിയിട്ട് പറഞ്ഞു തരാം. അങ്ങനെ ചായ കുടിച്ചു. ഈ ഒരു റോഡിന് നേരെ പോയാൽ ഈ കാണുന്നതെല്ലാം ഷെയർ ടാക്സിയാണ്. ഇവിടുന്ന് മാത്തേരാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് വരിക. കുട്ടികൾക്കാണെങ്കിൽ 50 രൂപ. ഈ ഒരു ടാക്സിയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നും മാത്തേരാനിലേക്ക് ഏകദേശം 8 കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരുന്നുള്ളൂ. കുറച്ച് ഇതേപോലത്തെ റോഡിന് പോവും. പിന്നെ കയറ്റവും വളവും പിന്നെ കോടമഞ്ഞും തണുപ്പും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഈ ഒരു കവാടം കടന്നു വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ട് കയറ്റങ്ങളും വളവും ഒക്കെ തുടങ്ങും. എന്തായാലും ഷെയർ ടാക്സിയിലായതുകൊണ്ട് തന്നെ ഇവർ നമ്മളെ പെട്ടെന്ന് മുകളിലെത്തിക്കും. അത്രയ്ക്കും വേഗത്തിലാണ് ഇവർ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടുമല്ല, ഇവർക്ക് പെട്ടെന്ന് മുകളിലെത്തിയാലേ അടുത്ത ട്രിപ്പ് എടുക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ നേരൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കേരളത്തിൽ നിന്നും പോകുന്ന സമയത്ത് നേരൽ ജംഗ്ഷനിലേക്ക് ട്രെയിനുകളില്ല. അതുകൊണ്ട് തന്നെ നേരൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കല്യാൺ ജംഗ്ഷനും അതേപോലെ തന്നെ പൻവേൽ റെയിൽവേ സ്റ്റേഷനും. നിങ്ങൾ പോകുന്ന സമയത്ത് കല്യാൺ ജംഗ്ഷനോ ഇല്ലെങ്കിൽ പൻവേലിലേക്കോ ടിക്കറ്റ് എടുക്കുക. അവിടെ പോയിട്ട് അവിടെ നിന്നും ലോക്കൽ ട്രെയിനിന് കയറിയിട്ട് വേണം നേരൽ ജംഗ്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയ കയറ്റങ്ങളൊക്കെ കയറി മുകളിലേക്ക് പോകുന്ന സമയത്തെ റെയിൽവേ ട്രാക്ക് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന റോഡിന് ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന റെയിൽവേ ട്രാക്ക്. നമ്മൾ നേരത്തെ നേരൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കണ്ടില്ലായിരുന്നോ? ആ ഒരു ട്രെയിൻ ഈ ഒരു റൂട്ടിലാണ് പോകുന്നത്. എന്തായാലും കയറ്റം കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് കോടമഞ്ഞും നമ്മുടെ കൂടെ മുകളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ വന്നിട്ടുള്ള നേരൽ ജംഗ്ഷനിൽ നിന്നും മാത്തേരാനിലേക്ക് പോകുന്ന ടോയ് ട്രെയിൻ ഇല്ലേ, അത് നല്ല അടിപൊളി റൂട്ടിലൂടെയാണ് പോകുന്നത്. ആ ഒരു ട്രെയിനകത്ത് പോകുന്നതും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അതെ, മഴക്കാലത്ത് വരുന്ന സമയത്ത് ഈ ഒരു മൺസൂൺ സമയത്ത് ആ ഒരു വൈബ് നമുക്ക് കിട്ടില്ല. ആ ഒരു സമയത്ത് ട്രെയിൻ സാധാരണ ഓടാറില്ല. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ മാത്രമാണ് വാഹനങ്ങൾ വരിക. ഇവിടുന്ന് അങ്ങോട്ടേ നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിലും ഇവിടുത്തെ ഷെയർ ടാക്സിയിൽ വരുവാണെങ്കിലും ഇവിടുത്തെ മാത്രമേ നമുക്ക് വരാൻ പറ്റൂ. ഇവിടുന്ന് അങ്ങോട്ടേ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഈ ഒരു കവാടം കണ്ടോ, ഇവിടെ നിന്നും 50 രൂപ ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്കാണെങ്കിൽ 25 രൂപയും. ഇതിലെയാണ് മുൻപോട്ട് പോകേണ്ടത്. ഇവിടെയെല്ലാം കോട്ടിൻ്റെ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോഴും മാത്തേരാനിൽ എത്തിയിട്ടില്ല. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അപ്പുറത്താണ് മാത്തേരാൻ. ഈ ഒരു റൂട്ടിന് കുറച്ചും കൂടെ മുൻപോട്ട് പോയാലേ അമൽ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നും മാത്തേരാനിലേക്ക് ടോയ് ട്രെയിൻ ഉണ്ട്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നത് കണ്ടോ. ഇതെന്താന്ന് വെച്ചാലേ ഇവിടുന്ന് മാത്തേരാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ഓട്ടോ ഉണ്ട്. ഇലക്ട്രിക് ഓട്ടോയിൽ മുകളിലേക്ക് പോകാനേ ഒരാൾക്ക് 35 രൂപയാണ് വരുന്നത്. കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് 2 ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു റിക്ഷ കണ്ടോ, ഇതിന് 700 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. എന്തായാലും മുൻപോട്ട് വരുമ്പോഴേക്കും ആദ്യത്തെ കവാടം. ഈ ഒരു കവാടം കടന്നാൽ ആദ്യം കാണുന്നത് ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ട്രെയിനകത്താണ് നിങ്ങൾ മുകളിലേക്ക് പോകുന്നതെങ്കിൽ 55 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും വീണ്ടും ഇതാ പഴയ കാലത്തെ ഒരു കവാടം. ഇതാണ് അമൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നും ടോയ് ട്രെയിൻ മാത്തേരാനിലേക്ക് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്.
ഇവരെ കണ്ടോ, ഇവരാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഹോഴ്സ് റൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് മാത്തേരാനിലേക്ക് പോകാൻ വേണ്ടിയിട്ടേ ഒരാൾക്ക് 350 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ മാത്തേരാനിലെ വ്യൂ പോയിന്റുകൾ കാണാൻ വേണ്ടിയിട്ടും ഹോഴ്സ് റൈഡ് ഉണ്ട്. അതിനെ നല്ല കത്തി റൈറ്റ് ആയിരിക്കും. നമ്മളെന്തായാലും മുകളിലേക്ക് നടന്നു പോയി കാഴ്ചകൾ കാണാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രെയിന് പോകുന്ന അതേ റൂട്ടിലെ മുൻപോട്ട് നടക്കുകയാണ്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും കോടമഞ്ഞ്. ഇതേപോലെയാണ് ഇവിടുത്തെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുക. മൊത്തമായിട്ട് കോടമഞ്ഞ് മൂടിക്കിടക്കുന്നതും അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ മുക്കും മൂലയും കാണാനേ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതെല്ലാം നിങ്ങൾക്ക് മുൻപോട്ടെത്തുന്ന സമയത്ത് മനസ്സിലാവും. നമ്മളെന്തായാലും 2 ദിവസമായി ഈ ഒരു മഹാരാഷ്ട്രയിൽ. ഇന്നലെ നമ്മൾ രാജ്ഗഡ് ഫോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ആ ഒരു വീഡിയോ നമ്മൾ അടുത്തതാണ് ചെയ്യുന്നത്. അതെന്തായാലും കാണണം കേട്ടോ. അത്രയ്ക്കും അടിപൊളി സ്ഥലമാണ്. എന്തായാലും ഇതിലെ നടക്കാൻ ഒരു പ്രത്യേക വൈബുണ്ട്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഈ വരുന്നത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ടോയ് ട്രെയിൻ. എന്തായാലും ഈ ഒരു ടോയ് ട്രെയിനകത്തുള്ള യാത്രയെ അടിപൊളിയായിരിക്കും. നമ്മൾ മുകളിലേക്ക് നടന്നു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ടോയ് ട്രെയിനകത്ത് വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടുന്ന് മുകളിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററിനടുത്ത് ദൂരം നമുക്കിതിലെ നടക്കാനുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ട് മുകളിലൂടെ ഒരു റോഡും മുകളിലേക്ക് പോകുന്നുണ്ട്. അതിലെയാണ് ഇലക്ട്രിക് ഓട്ടോയും അതേപോലെ തന്നെ ഹോഴ്സ് റൈഡും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരേ ഞാൻ പറയുന്നില്ല. നമ്മൾ പോകുന്ന റൂട്ടിലെല്ലാം ഇതേപോലെ മാപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് നോക്കിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വ്യൂ പോയിന്റിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇവിടെ 30-ൽ കൂടുതൽ വ്യൂ പോയിന്റുകളുണ്ട്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് കാണലേ നടക്കുന്ന കാര്യമല്ല. ഇവിടെ താമസിച്ചുകൊണ്ട് 2 ദിവസമെങ്കിലും വേണ്ടിവരും ഇവിടുത്തെ എല്ലാ വ്യൂ പോയിന്റും കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു ദിവസം മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വരുന്ന സമയത്ത് നല്ല വ്യൂ പോയിന്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അവിടേക്ക് മാത്രം യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളും അതേപോലെ തന്നെ കുറച്ച് വ്യൂ പോയിന്റുകളിൽ മാത്രമാണ് പോകുന്നത്. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും മാത്തേരാൻ ടൗണിലേക്ക് നമ്മൾ എത്തുക എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെയാണ് ഇവിടെ മൊത്തമായിട്ട് ബിൽഡിംഗ് ആണ്. പിന്നെ കച്ചവടങ്ങളും നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ നമുക്ക് 500 രൂപയ്ക്കൊക്കെ റൂമുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നടന്നു വരുന്ന സമയത്ത് നേരത്തെ അമൽ ലോഡ്ജിലേക്ക് പോയിട്ടുള്ള ട്രെയിനാണിത്. അവിടെ പോയിട്ട് ആളുകളെയൊക്കെ കയറ്റിക്കൊണ്ടിതാ ഇപ്പം മാത്തേരാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടുണ്ടാവും. ഇനിയാണ് നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടുത്തെ മാത്രമാണ് ട്രെയിനും അതേപോലെ തന്നെ ഇലക്ട്രിക് ഓട്ടോയും വരുന്നത്. ഇവിടുന്നും കുറച്ച് ദൂരം നടന്നിട്ടാണ് വ്യൂ പോയിന്റുകൾ കാണാനുള്ളത്. അവിടേക്ക് നമുക്ക് നടന്നിട്ടോ ഇല്ലെങ്കിൽ ഹോഴ്സ് റൈഡോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ വരുന്നവരെ കണ്ടോ, ഇവരാണ് മാത്തേരാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നത്. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ കൊണ്ടുപോകുന്നതേ വെട്ടുകല്ല. ഇത് കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് സങ്കടമൊക്കെ തോന്നുമെങ്കിലും ഇവിടെ ഇങ്ങനെയാണ്. പിന്നെ ഇതാ മണലും സിമൻറ്റും എന്ന് വേണ്ട സകല സാധനങ്ങളും കൊണ്ടുപോകുന്നതേ ഇവരാണ്. ഇതൊക്കെ വരുന്നത് കണ്ടോ, നടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. അത്രയ്ക്കും ഹെവി വെയിറ്റ് എടുത്തുകൊണ്ടാണ് ഈ ഒരു കുതിരകളൊക്കെ മുകളിലേക്ക് പോകുന്നത്. നമ്മളിവിടെ വരുന്ന സമയത്ത് ഇതേപോലത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്തെ എല്ലാത്തിനും ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിവിടേക്ക് വന്നിട്ടുള്ളത് വർക്കിംഗ് ഡേയിലാണ്. ഈ ഒരു ദിവസം തന്നെ ഇത്രത്തോളം തിരക്കുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ദിവസങ്ങളിലൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വിചാരിച്ച പോലെ കാഴ്ചകൾ കാണാനോ ആസ്വദിക്കാനോ ഒന്നും പറ്റിക്കൊള്ളണം എന്നില്ല.
മുൻപോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ സൈൻ ബോർഡുകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ നോക്കിയാൽ ചിലപ്പോൾ എവിടെയും എത്തില്ല. നമ്മളെന്തായാലും ഇപ്പം പോകുന്നത് ഷാർലറ്റ് ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എക്കോ പോയിന്റും ഹണിമൂൺ പോയിന്റും ലൂസിയ പോയിന്റും സൺറൈസ് പോയിന്റും സൺസെറ്റ് പോയിന്റും കിങ് ജോർജ് പോയിന്റും ഒക്കെ ഉണ്ട്. താഴോട്ട് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ വാട്ടർഫാൾ കാണുന്നില്ലേ? ഇതാണ് പിസാർനാഥ് വാട്ടർഫാൾ. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. ഇവിടെ ഒരു ചെക്ക് ഡാമും ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ പറ്റും. ഇതിലെ മുകളിലേക്ക് പോയാൽ ഇതാണ് ഷാർലറ്റ് ലേക്ക്. ചില സമയങ്ങളിലെ ഇവിടെയെല്ലാം മൊത്തമായിട്ട് കോടമഞ്ഞായിരിക്കും. ഒരു വ്യൂ പോയിന്റ് കണ്ട് മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന സമയത്തെ ഒരു 2 കിലോമീറ്ററും 3 കിലോമീറ്ററും ഒക്കെ നമ്മൾ നടക്കേണ്ടി വരും. ഈ ഒരു മാത്തരാൻ മൊത്തമായിട്ട് 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ വ്യൂ പോയിന്റ് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന സമയത്തെ ഏകദേശം ഒരു 5-10 കിലോമീറ്ററെങ്കിലും നമ്മൾ നടക്കാനുണ്ടാവും. ഇവിടെ ഈ ഒരു സൈൻ ബോർഡ് കണ്ടോ? ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലാണ് കിങ് ജോർജ് പോയിന്റ്. അവിടെയാണ് റിവേഴ്സ് വാട്ടർഫാൾ ഉള്ളത്. നമ്മളെന്തായാലും അവിടെ വെള്ളം കുറവായതുകൊണ്ടേ അങ്ങോട്ട് പോവാതെ എക്കോ പോയിന്റിനടുത്തേക്കാണ് പോകുന്നത്. പോകുന്ന സമയത്ത് ഇതാ ഇവിടുന്നൊരു വ്യൂ കാണാൻ പറ്റും. നമ്മളിപ്പം മാത്തേരൻ്റെ ഒരു എൻഡിലാണ് ഉള്ളത്. ആ കുന്നിൻ്റെ മുകളിൽ കോടമഞ്ഞിനുള്ളിൽ ആളുകളൊക്കെ നിൽക്കുന്നത് കണ്ടോ? അതാണ് ലൂസിയ പോയിന്റ്. നിങ്ങൾ മാത്തേരനിൽ വരുന്ന സമയത്ത് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യൂ പോയിന്റാണ് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു എക്കോ പോയിന്റും അതേപോലെ ആ ഒരു കുന്നിൻ്റെ മുകളിൽ കാണുന്ന ലൂസിയ പോയിന്റും. എന്തായാലും ഇവിടുന്ന് താഴോട്ട് നോക്കുന്ന സമയത്തെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ മലയും കുന്നും പാറയും അങ്ങനെ കാഴ്ചകൾ മാത്രമാണ് കാണാനുള്ളത്. എന്തായാലും ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളായതുകൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയായതുകൊണ്ടും നമ്മളെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തും. കുറച്ച് സമയം അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളെ ഇനി പോകുന്നത് ലൂസിയ പോയിന്റിലേക്കാണ്. പോകുന്ന വഴി കണ്ടോ? ഇതേപോലെ കോടമഞ്ഞാണ്. ഇവിടുത്തെ കാട് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. മരങ്ങളെല്ലാം വളഞ്ഞു പുളഞ്ഞ് എന്തോ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. മരച്ചില്ലകൾക്കിടയിൽ കോടമഞ്ഞ് പുതച്ച് കിടക്കുന്നതിൻ്റെ ഭംഗിയെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് തന്നെ കാണണം. ഇവിടുത്തെ തണുപ്പും കാറ്റും കോടമഞ്ഞും ഒക്കെ ഇവിടെ വന്നുകൊണ്ട് തന്നെ ആസ്വദിക്കണം. മാത്തരൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു സംഭവം തന്നെയാണ്. ഈ ഒരു മഴക്കാലത്ത് മൺസൂൺ സമയത്ത് വന്നിരിക്കേണ്ട കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മാത്തരൻ. വ്യൂ പോയിന്റുകൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നമ്മൾ നടക്കണം. പക്ഷെ നടക്കുന്ന വഴിയില്ലേ, അത് അടിപൊളി റൂട്ടിലൂടെയാണ്. ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നടക്കുന്ന സമയത്തെ നമ്മൾ നടക്കുന്നത് പോലും നമുക്ക് മനസ്സിലാവില്ല. ഒരു ക്ഷീണവും ഉണ്ടാവില്ല. ഞങ്ങൾ 4 പേരാണ് ഈ ഒരു ട്രിപ്പിന് വന്നിട്ടുള്ളത്. ഏറ്റവും ബാക്കിൽ കാണുന്നതാണ് ഫെബിന്. അവനിവിടെ മുംബൈയിൽ തന്നെയാണ് ജോലി. അതുകൊണ്ട് 2 ദിവസമായിട്ട് അവൻ്റെ റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അഭിന് ഇതേപോലെ ലോങ് ട്രിപ്പായാലും എങ്ങോട്ട് ട്രിപ്പുകൾ പറഞ്ഞാലും ആള് സെറ്റാണ്. പിന്നെ ദാമുവിനെ പരിചയമല്ലേ? നെല്ലിയാമ്പതി വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? തമിഴ്നാട്ടിലെ സേലത്താണ് ആള്. നമ്മളെപ്പോലെ തന്നെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദാമു മിറാക്കിൾ മീഡിയ എന്നാണ് ചാനലിൻ്റെ പേര്. ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം. ஹனிமூன் பாயிண்ட் நீ விட்டுட்டு இங்கே கூட்டிட்டு வந்துட்டு இருக்காங்க. ஹனிமூன் பாயிண்ட் അവിടെ ஏன் நிலைமை ഇവിടെ പോയി? മിസ് യു മൈ വൈഫ്. ട്രിപ്പുകൾ പോകുന്ന സമയത്ത് ഇതേപോലത്തെ വൈബുള്ള ആളുകളുടെ കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആവുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും കാണാനും പോകാനും ഒക്കെ നമുക്കൊരു പ്രത്യേക എനർജി ആയിരിക്കും. അങ്ങനെ നടന്ന് നമ്മൾ ലൂസിയ വ്യൂ പോയിന്റിലേക്ക് ഇതാ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് താഴോട്ടുള്ള ഒരു വ്യൂ ഒന്ന് നോക്ക്. ഇവിടുത്തെ കാഴ്ചകളെക്കുറിച്ച് ഞാനെന്ത് പറയാനാ? നമ്മൾ നേരത്തെ ലേക്കിൽ പോയ സമയത്ത് ഒരു ചെറിയ വാട്ടർഫാൾ കാണിച്ചില്ലായിരുന്നോ? ആ കാണുന്ന വാട്ടർഫാളാണിത്. ഇത്രയും വലിയൊരു വാട്ടർഫാൾ ആയിരിക്കും ഇതെന്നേ നമ്മൾ ചിന്തിച്ചത് പോലുമില്ല. ഇതാണ് പിസാർനാഥ് വാട്ടർഫാൾ.
നല്ല മഴ പെയ്യുന്ന സമയത്തെ ആ കാണുന്ന കുന്നിൻ്റെ മുകളിലൊക്കെ ഒരുപാട് വാട്ടർഫാൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ കോടമഞ്ഞ് വരുന്നത് കണ്ടോ, ഇതിൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. എപ്പോഴാണ് കോടമഞ്ഞ് വരിക പോവുക എന്നതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ വരുന്ന സമയത്തെ ഇവിടെ ചില സ്ഥലങ്ങളിലൊന്നും ഒരു സേഫ്റ്റിയും ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലത്തൊക്കെ നല്ല പോലെ ചെറിയ ചെറിയ കല്ലുകളാണ്. നമ്മൾ നടന്നു വരുന്ന സമയത്ത് തന്നെ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ എൻഡിലേക്ക് വരുന്ന സമയത്ത് നല്ല പോലെ ശ്രദ്ധിക്കണം. ഇവിടുന്ന് താഴോട്ട് പോയാൽ എവിടെ പോയി എന്ന് കാണുകയും കൂടില്ല. ഇവിടുന്ന് താഴോട്ട് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് പറയാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും വലിയ കൊക്കയാണ്. നമ്മൾ നേരത്തെ എക്കോ പോയിന്റിൽ പോയ സമയത്തെ ഒരു കുന്നിൻ്റെ ഭാഗം കാണിച്ചില്ലായിരുന്നു ആളുകൾ നിൽക്കുന്നത്. നമ്മളിപ്പം അവിടെയാണ് നിൽക്കുന്നത്. ഈ ഒരു കുന്നിൻ്റെ എൻഡിൽ ഇതാ ആ ഒരു ഭാഗം കണ്ടോ, ആ ഒരു കുന്നിൻ്റെ മുകളിൽ ചെറിയൊരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പ്രതിമ കൊണ്ടുവച്ച ആളെ സമ്മതിക്കണം. എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്നറിയോ. എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ കയറിപ്പോയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇവിടുന്ന് താഴോട്ട് നമുക്ക് കണ്ണെത്താ ദൂരത്തോളം കാഴ്ചകളാണ് കാണാനുള്ളത്. മൊത്തമായിട്ട് പച്ച പുതച്ച് കിടക്കുന്ന കാഴ്ചകൾ. ഇതേപോലെ പച്ചപ്പ് കാണണമെങ്കിൽ നിങ്ങൾ മൺസൂൺ സമയത്ത് തന്നെ വരണം. പിന്നെ വെള്ളച്ചാട്ടങ്ങളും. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലാണ് മാത്തേരാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹിൽ സ്റ്റേഷനാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്നും 2625 അടി ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലാണ് മാത്തേരാൻ. 5139 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടുത്തെ ഭാഷ മറാത്തിയാണ്. ലൂസിയ വ്യൂ പോയിന്റിൻ്റെ തൊട്ടടുത്തതാ ഇവിടെ ഒരു കുന്നുണ്ട്. അതിൻ്റെ മുകളിലും നമുക്ക് പോകാൻ പറ്റും. ആ ഒരു കുന്ന് മാത്രം അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ താഴെ ഭാഗത്തേക്ക് അത്രയ്ക്കും വലിയ കൊക്കയാണ്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു. മാത്തേരാനിൽ വന്നിട്ട് ഈ ഒരു സമയം വരെ ഒരു 10-30 മലയാളികളെങ്കിലും നമ്മളിപ്പം കണ്ടു. ശരിക്കും ഇതൊരു മിനി കേരളം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ ഏത് വ്യൂ പോയിന്റിൽ പോയാലും മലയാളികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളത്തിലുള്ള ഒരുവിധം എല്ലാ ആളുകളും ഇപ്പം വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മാത്തേരാൻ. വേറെ ഒന്നും അല്ല കേട്ടോ, ഇവിടെ കാണാൻ മാത്രം കാഴ്ചകളുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് സൺസെറ്റ് വ്യൂ പോയിന്റിലേക്കാണ്. എന്തായാലും സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് കാണുന്ന കാഴ്ചകൾ കാണാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പം ഒരു കാര്യം മനസ്സിലായി, താഴോട്ടും വ്യൂ ഒന്നും കാണാൻ പോകുന്നില്ല. മൊത്തമായിട്ട് കോടമഞ്ഞാണ്. നിങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ട്രെയിനിന് ജനറൽ ടിക്കറ്റാണ് നോക്കുന്നതെങ്കിൽ 400 രൂപയൊക്കെ വരും. സ്ലീപ്പറാണ് നോക്കുന്നതെങ്കിൽ ഒരു 900 രൂപ ആ ഒരു റേഞ്ചിൽ വരും. പിന്നെ AC ആണെങ്കിൽ പിന്നെ AC കാറ്റഗറിക്ക് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടുണ്ടാവും. പിന്നെ മാത്തേരാനിൽ വന്നിട്ട് ഒരു ദിവസം താമസിക്കാനാണെങ്കിൽ 500 രൂപയ്ക്കൊക്കെ റൂമുകളും കിട്ടും. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 2000 രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു മാത്തേരാനിൽ വന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് ട്രെയിനിനകത്ത് AC കോച്ചും ഇവിടെ വന്നുകൊണ്ട് അത്യാവശ്യം നല്ല സെറ്റപ്പിൽ റൂമും കാര്യങ്ങളും ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ 2000-ലും 3000-ലും ഒന്നും നിൽക്കില്ല. ഒരു 6000 രൂപയെങ്കിലും നിങ്ങൾക്ക് ചിലവാകും. എത്ര പൈസ നമ്മൾ ചിലവാക്കിയാലും അതിനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. സൺസെറ്റ് വ്യൂ പോയിന്റിൽ നിന്ന് പോകുന്ന സമയത്ത് താഴെ ഭാഗത്തേക്ക് കാണുന്ന ഒരു വ്യൂ ആണിത്. ഈ കാണുന്നതെല്ലാം വാട്ടർഫാൾസ് ആണ്. ഇതിൻ്റെ ലോങ് വ്യൂ എവിടെ നിന്നാണ് കാണുക എന്നതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർഫാൾസ് എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി വരുന്ന ആളുകൾക്കെങ്കിലും ആ ഒരു വ്യൂ കാണാൻ പറ്റുമല്ലോ. നമ്മളിവിടെ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് വെറും 4 വ്യൂ പോയിൻ്റാണ് കണ്ടത്. ഷാർലറ്റ് ലേക്കും എക്കോ പോയിന്റും ലൂസിയ പോയിന്റും സൺസെറ്റ് പോയിന്റും.
നിങ്ങൾ വരുന്ന സമയത്ത് ഇതിലും കൂടുതൽ വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റും. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തു വരുമ്പോഴേക്കും സമയമാവും. ഇവിടുത്തെ എല്ലാ വ്യൂ പോയിന്റും നിങ്ങൾക്ക് കണ്ടു തീർക്കണമെങ്കിൽ ഒരു 2-3 ദിവസമെങ്കിലും ഇവിടെ നിൽക്കേണ്ടി വരും. നമ്മൾ കണ്ട വ്യൂ പോയിന്റുകളിൽ നിന്നും 4 മടങ്ങ് ഭംഗിയുള്ള വ്യൂ പോയിന്റുകൾ ഇവിടെ കാണാനുണ്ട്. നിങ്ങൾ ഈ ഒരു മാത്തേരാനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യൂ പോയിന്റ് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ആ ഒരു കമൻറ്റ് നോക്കിക്കൊണ്ട് നല്ല നല്ല വ്യൂ പോയിന്റുകളിലേക്ക് പോകാൻ പറ്റുമല്ലോ. നിങ്ങൾ വരുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും കണ്ടുകൊണ്ട് തിരിച്ചു പോവുക. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.